തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, പ്രളയം നടന്നതിന് ശേഷം ഒരു ദിവസം ഞാനൊരു വീട്ടിലേക്ക് പോവുകയുണ്ടായി. വീട്ടിൽ പോയി അവിടെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. കുടുംബത്തിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, 2 ആൺമക്കളാണ്. അമ്മ ഒരു അധ്യാപികയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആശീർവാദം കൊടുക്കുന്ന ആ സമയത്ത് രൂപക്കൂടിനെ നോക്കിയപ്പോൾ അവിടെ വിശുദ്ധ മിഖായിലിൻ്റെ ഒരു രൂപം വളരെ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ആശീർവാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, വളരെ മനോഹരമായിട്ടുള്ളൊരു രൂപമാണല്ലോ. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറഞ്ഞു, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ചിലപ്പോൾ ജോക്കായിട്ട് എടുക്കാം, ചിലപ്പോൾ അച്ഛൻ വിശ്വസിക്കുകയില്ല, എങ്കിലും എനിക്ക് പറയാനായിട്ട് എന്നെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുക. ഞാൻ ചോദിച്ചു, പറഞ്ഞോളൂ. അപ്പോൾ ആ സഹോദരി പറയുകയാണ്, വെള്ളം വീട്ടിലേക്ക് ഓരോ നിമിഷവും പൊങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് മുകളിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വെള്ളം പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ വേഗം പോയിട്ട് രൂപത്തിൻ്റെ അവിടെ നിന്ന് രൂപങ്ങളെല്ലാം എടുത്തു. വിശുദ്ധ മിഖായിലിൻ്റെ ആ രൂപം എടുത്തുകൊണ്ട് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഞാൻ മിഖായിൽ മാലാഖയോട് പറഞ്ഞു, മിഖായിൽ മാലാഖെ, വെള്ളം ഈ ടേബിളിൻ്റെ മുകളിലേക്ക് കടന്നു വരരുത്. മിഖായിൽ മാലാഖ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവലായിട്ടുണ്ടാകണം. വെള്ളം കടന്നു വരരുത് ഈ ടേബിളിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് ഞങ്ങൾ വേഗം പോയി. പ്രളയം കഴിഞ്ഞു, വീട്ടിലേക്ക് വന്നു. വീട് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട സംഭവം കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത തക്ക വിധത്തിലുള്ളതായിരുന്നു. വിശുദ്ധ മിഖായിലിൻ്റെ ആ രൂപം വെച്ച സ്ഥലം തുടങ്ങി വെള്ളം മുകളിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ അടുത്തുള്ള വീട്ടിൽ ഫസ്റ്റ് ഫ്ലോർ വരെ വെള്ളം കയറി. ഞങ്ങളുടെ വീട്ടിൽ ആ ടേബിളിന് മുകളിൽ തുടങ്ങി വെള്ളമില്ല, താഴെ വരെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് ഉള്ള ആ സംഭവം. സ്നേഹമുള്ളവരെ, വിശുദ്ധ മിഖായിൽ മാലാഖയുടെ ഒരു സംരക്ഷണമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. എന്നിട്ട് ആ സഹോദരി പറയുകയാണ്, അച്ഛൻ വിശുദ്ധ മിഖായിൽ മാലാഖയെ പറ്റി മറ്റുള്ളവരോട് പറയണം. വിശുദ്ധ മിഖായിൽ മാലാഖയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവിക കാര്യങ്ങൾ നമ്മൾ അത് വേണ്ട വിധം ശ്രദ്ധിക്കാതെ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ പരിപാലന നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നടക്കുന്ന കാര്യമാണ്. മാലാഖമാർ നമ്മുടെ ചുറ്റും കൂടെയുണ്ട്. മാലാഖമാരുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക്, ഈശോയിലേക്ക് ഓരോ നിമിഷവും നടന്ന് എത്തുവാനായിട്ട് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാലാഖമാരുടെ സംരക്ഷണം യാചിക്കുകയും ചെയ്യാം.